ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മളെ കമന്റ് ബോക്സിൽ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടീനേജേഴ്സിനെ പറ്റി കുറച്ച് വീഡിയോസ് ഇടുമോ, അവർക്ക് ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് കാര്യങ്ങൾ, സ്കിൻ കെയർ കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതായിരിക്കും. കുറച്ചും കൂടി ടീനേജേഴ്സ് എന്ന് ഞാൻ തമിഴിൽ അങ്ങനെ കൊടുത്തു തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന കുറച്ച് സ്കിൻ കെയർ ടിപ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതിന് മുന്നേ നമ്മൾ ഈ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് അറിയാൻ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് ഞാൻ ഫ്യൂച്ചേഴ്സ് എന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അതുപോലെ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് കൂടുതലായിട്ട് ഒരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരുന്നത് ഈ ഒരു ടീനേജ് ടൈമിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ജോലി ആ ഒരു ടൈം ആകുമ്പോഴും ഇതേപോലെ വരും. പക്ഷെ നമ്മൾ ഈ ഒരു പഠിക്കുന്ന സമയം കുറച്ച് കൂടുതലാവും, ചിലപ്പോൾ ഫോണിന്റെ കളിക്കുന്ന ടൈമൊക്കെ കൂടുതലാവുന്ന ഈ ഒരു ടീനേജിലാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണിൽ കൂടുതൽ ഡാർക്ക് സർക്കിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടൈമിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്കൊരു ഹോം റെമഡി ഫസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ, അപ്പൊ നമ്മൾ തേയിലപ്പൊടി എടുക്കുക. തേയിലപ്പൊടി എടുത്തിട്ട് നമ്മൾ ചായ ആക്കുന്ന ആ ടൈമിൽ പഞ്ചസാരയും ഈ ഒരു ലെമണൊന്നും ഒഴിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ അങ്ങനെ എടുക്കുക. അതിൽ പഞ്ചസാര ഒന്ന് ഇട്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു തേയില എടുക്കരുത്. അല്ലാതെ നിങ്ങൾക്ക് ഫ്രഷ് തേയില എടുക്കണമെങ്കിൽ ആ രീതിയിൽ എടുക്കുക. അതൊന്ന് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം തേയില 2-3 സ്പൂൺ തേയിലപ്പൊടി എടുത്തിട്ട് ആ വെള്ളം തിളപ്പിക്കുക. അത് എന്നിട്ട് എന്താ വെച്ചാൽ നമ്മൾ ഐസ് ക്യൂബ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഐസ് ക്യൂബ് ആക്കുക. എന്നിട്ട് നമ്മളെ കണ്ണിന്റെ താഴെ കിടക്കുന്നതിന് മുന്നേ ആ ഒരു നമ്മളെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. അതായത് ആ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് ആവുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് ആ ഡാർക്ക് സർക്കിൾസിൽ നല്ല കുറവുണ്ടാവും. അപ്പം അതൊരു ടിപ്പാണ്. ഇനിയിപ്പോൾ അല്ല നിങ്ങൾക്ക് ക്രീം കാര്യങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നല്ലതാണ്. അതിൻ്റെ ഒപ്പം നല്ലോണം വെള്ളം കുടിക്കുക, അതുപോലെ നല്ല രീതിയിൽ ഉറങ്ങുക, ഫോണിന്റെ കളി കുറച്ച് കുറയ്ക്കുക. ഇതും കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുക കേട്ടോ. അടുത്തത് നമ്മൾ ഹെയർ ബൺ ചെയ്യുന്ന കാര്യത്തിലാണ്. ഹെയർ ബൺ ചെയ്യുമ്പോൾ നിങ്ങൾ റബ്ബർ ബാൻഡോ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ അത് മാറ്റി ഒന്നെങ്കിൽ സാറ്റിൻ ടൈപ്പോ അല്ലെങ്കിൽ വയേർഡ് ടൈപ്പോ ഉള്ള ബണ്ണ് വാങ്ങിയിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെ മുടി ബ്രേക്ക് ആവില്ല. ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ബാക്കി അങ്ങ് പൊട്ടിപ്പോവും. അപ്പൊ നമ്മൾ എവിടുന്ന് ബൺ ചെയ്ത് വെക്കുന്നോ ആ ഒരു ടൈപ്പ് സ്റ്റൈലിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ ബൺ ചെയ്യാൻ നോക്കുക. അതുപോലെ നമ്മൾ ഹെയർ ഭയങ്കര ഓയിലി ആണ്, നിങ്ങൾ നല്ല ഓയിലൊക്കെ ചെയ്തിട്ട് ഹെയർ ചെയ്താണ് ഇപ്പൊ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ഷാമ്പു വാഷ് ചെയ്യേണ്ട. അതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കുന്ന പരിപാടിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ നമ്മളെ ബേബി പൗഡർ ഇല്ല, ബേബി പൗഡർ കുറച്ച് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഓയിൽ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കുറച്ചൊരു ഷാമ്പു ചെയ്ത ഫീൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ അപ്പൊ നിങ്ങളെ ഹെയർ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ അടുത്ത് നമ്മൾ പെർഫ്യൂം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ കുറെ ടൈം ഇരിക്കും, നമുക്ക് എന്തായാലും വേർപ്പിന്റെ ചെറിയ സ്മെല്ല് വരും. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി നല്ലത് പെർഫ്യൂംസ് ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഫ്രാഗ്രൻസ് സെലക്ട് ചെയ്തതിനു ശേഷം ഒന്നെങ്കിൽ പൾസ് പോയിന്റ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. നമുക്ക് വീഡിയോ ഉണ്ട്, അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൾസ് പോയിന്റ് നോക്കിയിട്ട് ഈ ഒരു ഫ്രാഗ്രൻസ് ലാസ്റ്റ് ചെയ്യുന്ന ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി നല്ലതെന്ന് വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതലും ബോഡിയിലേക്ക് അടിക്കുന്നുണ്ടാവുക. ബട്ട് കുറച്ചും കൂടി നമ്മൾ ആ ഡ്രസ്സിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം സ്മെല്ല് ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നല്ല, എന്തായാലും സ്മെല്ല് ലാസ്റ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ എടുത്ത് നോക്കുമ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളെ ഫേസിൽ പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ബ്രേക്ക് ചെയ്യാതെ നിൽക്കരുത്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും സ്പ്രെഡ് ആവും, പിന്നെ അത് റെഡ് കളറാവും, പാടാവും, ആർക്കാവും, അങ്ങനത്തെ പല കാര്യങ്ങളാവും. അപ്പൊ അതിന് പകരം നിങ്ങൾ എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളെ പിമ്പിൾ പാച്ച് വാങ്ങിയിട്ട് എവിടെയാണോ പിമ്പിൾ വരുന്നത് വെച്ചാൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പെട്ടെന്ന് അതങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യും. അതായത് ഭയങ്കര സ്പ്രെഡ് വരാതെ പൊന്തി ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിൽക്കാതെ അതിന്റെ കല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ പിമ്പിൾസ് വരികയാണെങ്കിൽ ബ്രേക്ക് ചെയ്യാതെ പിമ്പിൾസ് പാച്ച് വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീക്ക്ലി 1 ടൈമെങ്കിലും നമ്മളെ പില്ലോ കവർ വാഷ് ചെയ്യുക. നമ്മൾ എപ്പോഴും ഒരേപോലെ കിടക്കുന്ന ആളല്ല, തിരിഞ്ഞും മറഞ്ഞും ചരിഞ്ഞും ഒക്കെ കിടക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഒരു പൊസിഷനിലാണ് കിടക്കുന്നതെങ്കിലും രാവിലെ എണീക്കുമ്പോഴേക്ക് ഞാനൊക്കെ ഒരു ഭാഗം ചരിഞ്ഞ് വെച്ചിട്ടാണ് കിടക്കുക കേട്ടോ. ചില സമയത്ത് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കും, ചില തല കുത്തനെയൊക്കെ കിടക്കുന്നതാണ്. നമ്മളെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് വരും. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ഈ പില്ലോ കവർ വാഷ് ചെയ്യുക. നമ്മുടെ ഹെയറിലെ ഓയിലൊക്കെ ഈ പില്ലോയിലായി കഴിഞ്ഞിട്ട് അത് നമ്മളെ പെട്ടെന്ന് നമ്മളെ പോൾസിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിമ്പിൾസ് കൂടുതലായിട്ട് വരും. അപ്പൊ നിങ്ങൾ വീക്ക്ലി 1 ടൈമെങ്കിലും ഇതേപോലെ നമ്മളെ പില്ലോ വാഷ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫേസിൽ വരുന്ന പിമ്പിൾസ് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ഹോർമോൺ ചേഞ്ച് ആണെന്നൊക്കെ പറയും, എന്നാൽ പോലും ഒരുപടി നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളും കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടാവും ഈ പിമ്പിൾസിന്റെ കാര്യത്തിൽ. അതുപോലെ നമുക്ക് കൂടുതലായിട്ടും കാണപ്പെടുന്ന സംഭവമാണ് വായനാറ്റം. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പാല്, ചോക്ലേറ്റ് അങ്ങനത്തെ കാര്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കഴുകുക, ഇല്ലെങ്കിൽ നല്ല രീതിയിൽ സ്മെല്ല് വരും. അപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ
ഫ്രണ്ട്സിനോടോ കാര്യം നിങ്ങൾ അത്രയും എടുത്തായിരിക്കുന്നുണ്ടാവുക. അപ്പൊ അത്രയും എടുത്തിരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് സ്മെല്ല് മനസ്സിലാവും. ചില ആളുകൾ പറയൂല, ചില ആളുകൾ നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ഒക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇങ്ങനെ ഉണ്ട് കേട്ടോ എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഴുതുക, ഈ ടാങ്ക് നല്ല രീതിയിൽ ക്ലീൻ ആക്കുക. ചില ആളുകൾ അങ്ങനെ ക്ലീൻ ആക്കുന്നത് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് മുട്ട, പാല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോക്ലേറ്റ് അതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബാക്ടീരിയാസ് ഒക്കെ നല്ല രീതിയിൽ ടാങ്കിൽ ഉണ്ടാവും. ടാങ്കിൽ നല്ല ക്ലീൻ ആയി കഴിഞ്ഞാൽ കുറെ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു മൗത്തിന്റെ ഒരു വായനാറ്റം നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ പറ്റും. അതേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്ക് എന്താ വെച്ചാൽ മൗത്ത് വാഷ് വാങ്ങിയിട്ട് ഉപയോഗിക്കാം. മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു പല്ലിൽ ഒരു യെല്ലോ കളർ ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സ്റ്റോപ്പ് ചെയ്യുക. ചില മൗത്ത് വാഷ് അങ്ങനെയാണ്, ചെറിയ രീതിയിൽ പല്ലൊരു മഞ്ഞ കളറാക്കി വരുന്നത്, ഒരു കറ പിടിച്ച പോലെ വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുക. അല്ല നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഏലക്കായ എന്നിട്ട് ചവച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലുണ്ട്, ഏലക്കായിന്റെ സ്മെല്ല് വരും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി കുളിച്ചിട്ട് മുടി ഉണങ്ങാതെയാണ് നിങ്ങൾ ക്ലാസ് പോകണമെങ്കിൽ, അതായത് ഉണങ്ങാതെ ചിലപ്പോൾ യൂണിഫോം ആകുമ്പോൾ പിന്നെയൊക്കെ ഇട്ട് പോകുമ്പോൾ അപ്പൊ ഭയങ്കര സ്മെല്ല് വരും. അതുപോലെ കായ, അതുപോലെ പേന, ഈട് ഇതൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര സ്മെല്ലായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ പ്രത്യേകിച്ച് മഴയൊക്കെ ആകുമ്പോൾ പിന്നെ പറയേണ്ട, ഭയങ്കര ഒരു കുമ്മി മണം വരും. അപ്പൊ അങ്ങനെയൊക്കെ വരികയാണ് നിങ്ങൾ എന്താ വെച്ചാൽ ഈ ഡെയിലി രാവിലെ കുളിക്കുന്നതിന് പകരം ഈവനിങ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഹെയർ വാഷ് ചെയ്യുക. നിങ്ങളെ പണിയൊക്കെ കഴിഞ്ഞ് ചായ കുടിച്ചതിന് ശേഷം ഹെയർ വാഷ് ചെയ്യുക. അത് നട്ടപ്പാതിരി ആക്കണം എന്നല്ല പറയുന്നത്, ആ ഒരു ഈവനിങ് ടൈം ഒക്കെ ആകുമ്പോഴേക്ക് ഹെയർ വാഷ് ചെയ്ത് നല്ല രീതിയിൽ ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എന്നിട്ട് കിട്ടിപ്പോയി അങ്ങനെ സ്മെല്ല് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഹെയർ നല്ല തന്നെയാണ് ഹെയറിന്. പക്ഷെ ഇതിങ്ങനെ നനഞ്ഞ മുടി കെട്ടിപ്പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പരിപാടി കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കസിൻസിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സോ അനിയത്തിമാരോ അങ്ങനെയൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുക, സ്കൂളിലൊക്കെ പഠിക്കുന്ന കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.